നവകേരളം കിഫ്ബിയിലൂടെ. അടിസ്ഥാന സൗകര്യ വികസന മേഖലയിൽ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയിലും കിഫ്ബി ഫണ്ട് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് കിഫ്ബിയുടെ സഹായത്തോടെ നിരവധി സ്കൂളുകൾ ഹൈടെക് നിലവാരത്തിലേക്ക് ഉയർന്നു കഴിഞ്ഞു. മംഗൽപാടി താലൂക്ക് ആശുപത്രിയിലടക്കം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് വരുത്തിയ മാറ്റങ്ങളും ശ്രദ്ധേയമാണ്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരം മണ്ഡലം അടിസ്ഥാന സൗകര്യ വികസനത്തിൽ മുന്നേറുകയാണ്. കിഫ്ബി പദ്ധതി മഞ്ചേശ്വരത്തിന്റെ മുഖം മാറ്റിയിരിക്കുന്നു. ഹൈടെക് സ്കൂൾ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയാണ് ബാര ഗവൺമെന്റ് ഹൈസ്കൂൾ നവീകരിച്ചത്. മഞ്ചേശ്വരത്തെ നിരവധി സർക്കാർ വിദ്യാലയങ്ങളാണ് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് ഹൈടെക് ആക്കി മാറ്റിയത്. എല്ലാ വിദ്യാലയങ്ങളിലേക്കും കൃത്യമായ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 1 കോടി, 3 കോടി, 5 കോടി വീതം എല്ലാ വിദ്യാലയങ്ങളിലേക്കും ലഭിച്ചപ്പോൾ വലിയ രീതിയിൽ കിഫ്ബിയുടെ ധനസഹായത്തോടു കൂടി മഞ്ചേശ്വരത്തിൻ്റെ വിദ്യാലയങ്ങൾ ഹൈടെക്കിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ബേത്തൂർപാറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1 കോടി രൂപ ചെലവിട്ട് നവീകരിച്ചു. ബാര ഗവൺമെന്റ് ഹൈസ്കൂളിനും ലഭിച്ചു 1 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി. മോഗ്രൽ പുത്തൂർ GHSS 3 കോടി രൂപ ചിലവിലാണ് നവീകരിച്ചത്. ഷിറിയ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും കിഫ്ബി പദ്ധതിയുടെ ഭാഗമായി ആധുനികവൽക്കരിച്ചു. പുതിയ സ്കൂൾ കെട്ടിടങ്ങൾ പണിതുകൊണ്ടാണ് ഇവിടെയെല്ലാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയത്. ആരോഗ്യ മേഖലയിലും കിഫ്ബി ഫണ്ട് മഞ്ചേശ്വരം മണ്ഡലത്തിന് ഗുണകരമായി. മഞ്ചേശ്വരത്തിന്റെ ചിരകാല സ്വപ്നമായിരുന്ന മംഗൽപടി താലൂക്ക് ആശുപത്രിയുടെ വികസനവും കിഫ്ബി ഫണ്ടിലൂടെ യാഥാർത്ഥ്യമായി. കാസർഗോഡും മഞ്ചേശ്വരം ഒക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു കാര്യം ആരോഗ്യരംഗത്ത് സ്വയം പര്യാപ്തതയായിരുന്നു. അന്നാണ് മഞ്ചേശ്വരത്ത് ഏറ്റവും പ്രധാനപ്പെട്ട മംഗൽപാടി താലൂക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഹോസ്പിറ്റലിലേക്ക് 14 കോടി രൂപയുടെ ഒരു പുതിയ എല്ലാ സജ്ജീകരണങ്ങളോട് കൂടിയുള്ള കിഫ്ബിയിൽ നിന്ന് ഒരു കെട്ടിടത്തിൻ്റെ പ്രഖ്യാപനമുണ്ടാകുന്നതും ചില ടെക്നിക്കലായിട്ടുള്ള പ്രശ്നം മൂലം അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ പദ്ധതി തീർച്ചയായും മഞ്ചേശ്വരത്തെ ആരോഗ്യ മേഖലയിൽ വലിയ കുതിച്ചുചാട്ടത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു 14 കോടിയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിയമ പഠന കേന്ദ്രത്തിന് അടിസ്ഥാന സൗകര്യമൊരുക്കാനും കിഫ്ബി ഫണ്ടിലൂടെ സാധിച്ചു. കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട് ജില്ലകളിലെ ഏറ്റവും മികച്ച ഒരു ലീഗൽ സ്റ്റഡി സെന്റർ, നിയമ പഠന കേന്ദ്രം മഞ്ചേശ്വരത്തിന് ലഭിച്ചു. 3S LLB തുടങ്ങിയപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം കേരളത്തിന്റെ 14 ജില്ലകളിലെ കുട്ടികൾ മഞ്ചേശ്വരത്തേക്ക് വന്ന നിയമമേഖലയിൽ പഠനം നടത്തുമ്പോൾ അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുള്ള വലിയ ടെൻഷനായിരുന്നു. ഞാൻ MLA ആയതിനു ശേഷം ഈ കഴിഞ്ഞ 2022 നമുക്ക് ആ ക്യാമ്പസിനകത്തേക്ക് ഏറ്റവും മികച്ച 130ഓളം പെൺകുട്ടികൾക്ക് മികച്ച ഹൈടെക് സൗകര്യത്തോടു കൂടിയുള്ള ഒരു ഹോസ്റ്റൽ 14 കോടിയുടെ ലഭിച്ചു എന്നുള്ളത് ആ ലീഗൽ സ്റ്റഡി സെന്ററിന്റെ മികച്ച മുന്നേറ്റത്തിന് ഗുണകരമായ കിഫ്ബിയുടെ ഒരു പദ്ധതിയാണ്. റോഡ് വികസനത്തിലും കാസർഗോഡ് മഞ്ചേശ്വരം മണ്ഡലത്തിന് കിഫ്ബി ഫണ്ട് ഗുണകരമായി. 84 കോടി രൂപ ഇതിനായി ചിലവിട്ടു. മഞ്ചേശ്വരത്ത് റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിന് 82 കോടി രൂപയുടെ കിഫ്ബി ഫണ്ട് ഇതിനകം ലഭിച്ചു കഴിഞ്ഞു. കർണാടകയുമായി കണക്ട് ചെയ്യുന്ന മലയോര ഹൈവേയിലേക്ക് മുൻകാലങ്ങളിൽ 2021 മുമ്പേ അന്നത്തെ നമ്മളിന്ന് വിട പറഞ്ഞു പോയ PV അബ്ദുറസാഖ് MLA ആയ ഒരു കാലത്ത് 55 കോടി ആദ്യം ലഭിച്ചു. അതിനുശേഷം ഒരു 84 കോടിയുടെ ഫണ്ട് ലഭിച്ചു. വളരെ മനോഹരമായ, അതിശയിപ്പിക്കുന്ന മലയോര മേഖലയിൽ 2 റോഡുകളാണ് നമുക്ക് ലഭിച്ചത്. അങ്ങനെ കിഫ്ബി ഫണ്ട് ചിലവിട്ട് നടപ്പിലാക്കിയ ഇത്തരം വികസന പദ്ധതികൾ കാസർഗോഡിന്റെ മുഖം മാറ്റുകയാണ്.